ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇത് തിരുവോണത്തിന്റെ അന്നത്തെ ഒരു വ്ളോഗാണ്. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഇനി ആദൂനെയൊക്കെ എഴുന്നേപ്പിച്ചൊന്ന് റെഡിയാക്കണം. കാരണം അമ്പലത്തിലൊക്കെ പോകണം. അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ഫുഡും ഒക്കെ കഴിച്ചിട്ട് വേണം എനിക്ക് എന്റെ വീട്ടിലോട്ട് പോകാനായിട്ട്. അങ്ങനെ അവനെ ഉണർത്തിയിട്ട് ഞാൻ പോയി ചായ കുടിച്ച് ചെറുതായിട്ട് അത്തമൊക്കെ ഇട്ടിട്ട് അവന്മാരെയും കുളിപ്പിച്ച് റെഡിയാക്കി ഇരുത്തിയിട്ടുണ്ട്. ഇനി എനിക്ക് റെഡി ആവണം. അങ്ങനെ ഞാനും പോയി കുളിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതാണ് എന്റെ ഓണക്കോടി. അപ്പം ഞാനും റെഡി ആയിട്ടുണ്ട്. ഇനി അനിയനും വൈഫൊക്കെ വരണം. അങ്ങനെ അവരും എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട് പോവാണ്. ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയത്. തിരക്ക് കുറച്ചേ കാണത്തുള്ളൂ എന്ന് വിചാരിച്ചു, പക്ഷെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അങ്ങനെ അമ്പലത്തിലെല്ലാം കയറി തൊഴുതിട്ട് ഞങ്ങൾ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി അമ്പലത്തിന് ഫ്രണ്ടിൽ എല്ലാ വർഷവും ഇങ്ങനെ വലിയ പൂക്കളം ഇടും. അങ്ങനെ ഞങ്ങൾ അതിന്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇനി നേരെ വീട്ടിലേക്ക് പോവാണേ. വീട്ടിൽ ചെന്ന് കഴിച്ചിട്ട് വേണം എനിക്ക് എന്റെ വീട്ടിലോട്ട് പോകാനായിട്ട്. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാണേ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇവനെ ഉറക്കം വരുന്നുണ്ട്. അങ്ങനെ അതിന് ചെറിയതായിട്ടൊരു നിർബന്ധമൊക്കെയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഫുഡ് കൊടുത്തിട്ട് വേണമല്ലോ ഉറക്കാനായിട്ട്. അങ്ങനെ വിളക്കിന് ഫ്രണ്ടില് ഇല വെച്ച് നമ്മൾ എല്ലാം വിളമ്പി പിള്ളേരെ ആദ്യമേ കഴിക്കാനിരുത്തി. അവരെ തറയിലായിരുത്തിയത്. അപ്പൊ 3 പേർക്കും ഒരേപോലത്തെ ഡ്രസ്സായിരുന്നു. അപ്പൊ അതിന്റെ നിക്കറ് മാറ്റിയിട്ട് അവന്മാർക്ക് മുണ്ടുപിടിപ്പിച്ചിട്ട് കഴിക്കാനിരുത്തിയിട്ടുണ്ട്. അങ്ങനെ അവർക്ക് കൊടുത്ത് അവരെ ഒന്ന് സൈഡാക്കി ഇരുത്തിയിട്ട് വേണം ഞങ്ങൾക്ക് കഴിക്കാനായിട്ട്. അങ്ങനെ അവർക്കെല്ലാം കൊടുത്ത് അവരെല്ലാം സെറ്റാക്കി ഇരുത്തിയിട്ട് ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് എല്ലാം വിളമ്പുവാണേ. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം ഇനി കൊണ്ടുപോകാനുള്ള എല്ലാം റെഡിയാക്കി വെക്കണം. അങ്ങനെ പോയിട്ട് അതെല്ലാം എടുത്തു വെച്ചു. വീട്ടിലേക്ക് മേടിച്ച ഡ്രസ്സും പിന്നെ എൻ്റെ ഡ്രസ്സ്, അതിൻ്റെ മരുന്ന്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എല്ലാം എടുത്തിട്ട് എല്ലാം റെഡിയാക്കി വെച്ചു. ഞാനും ഒന്ന് മുടിയൊക്കെ ഒന്ന് പിന്നിട്ട് എല്ലാം റെഡിയായിട്ട് ഇറങ്ങാൻ പോവാണേ. ഞാൻ ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു 12:30 കഴിഞ്ഞെന്ന് തോന്നുന്നു. അങ്ങനെ അവിടുന്ന് ഇറങ്ങി നേരെ ഇനി എൻ്റെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് അച്ഛനും അമ്മയും അനിയത്തി അമ്മൂമ്മ എല്ലാവരുമായിട്ടാണ് അച്ഛൻ്റെ വീട്ടിലേക്ക് വന്നത്. അങ്ങനെ വീട്ടിൽ വന്ന് അപ്പം ഇനി കൊണ്ടുവന്ന ഡ്രസ്സ് എല്ലാം കൊടുക്കുകയാണ് എല്ലാവർക്കും. അങ്ങനെ അച്ഛനെടുത്ത ഡ്രസ്സ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അച്ഛൻ ഇല്ലാത്തൊരു കളറായിരുന്നു. അച്ഛനും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതും ഈ ഒരു ഷർട്ടും ഒരു മുണ്ടുമാണ് എടുത്തത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി അച്ഛൻ്റെ വീട്ടിലേക്ക് പോവാണ് എന്ന് അതിനോട് പറഞ്ഞതിന്റെ ഒരു മൂഡ് ഓഫ് ആണ് അതിന്റെ മുഖത്ത് കാണുന്നത്. അതിനോട് പോകുന്നത് വലിയ ഇഷ്ടമല്ല. അവിടെ നിന്ന് നിൽക്കുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ കരച്ചിലാണ് ഇത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് അവിടെ നിന്നില്ല, കാരണം ഇവൻ നിൽക്കത്തില്ല എന്നറിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ അച്ഛൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇത് അച്ഛൻ്റെ അച്ഛനാണേ. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഫുഡ് കുറച്ച് കഴിയുമ്പോഴേ കഴിക്കത്തുള്ളൂ. അങ്ങനെ എല്ലാവരും കൂടെ അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ. ഈ അവിടെ എല്ലാവർക്കും വാങ്ങിച്ച സാധനങ്ങളെല്ലാം കൊടുത്തോണ്ടിരിക്കുകയാണ്. അച്ചാച്ചനും അമ്മാമ്മയ്ക്കും അപ്പയ്ക്കും എല്ലാം വാങ്ങിച്ച സാധനങ്ങളെല്ലാം കൊടുത്ത് അതും എല്ലാവർക്കും ഓരോ ഉമ്മയും ഒക്കെ കൊടുക്കുന്നുണ്ടേ. അപ്പം ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ഞങ്ങള് 3:30-4 മണി ആയെന്ന് തോന്നുന്നു കഴിക്കാൻ ഇരുന്നപ്പോ. കാരണം അവിടെ വന്നും ഇച്ചിരി കഴിക്കണമല്ലോ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ അടുത്ത് വയലുണ്ട്, അമ്പലമൊക്കെ ഉള്ള നല്ലൊരു സ്ഥലമാണ്. അവിടെ പോയി ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടെ പോകുന്നത്. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അവിടെ നല്ല തിരക്കായിരുന്നു. ഒരുപാട് വണ്ടികളും ഫോട്ടോ എടുക്കാനുള്ള ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്ന് നടന്ന് പകുതി എത്തിയപ്പോഴത്തേക്കും മഴ പെയ്തത് ആദ്യമേ പൊടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നന്നായിട്ട് പെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ചു നടക്കുവാണേ. അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കാരണം മഴ അത്യാവശ്യം പൊടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ഇറങ്ങി പകുതി എത്തിയപ്പോഴത്തേക്കും മഴ നന്നായിട്ട് പെയ്യാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ അവരുടെ അടുത്ത് കയറിയുന്നേ. അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഞങ്ങൾ ചായയെ കുടിച്ച് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങും, സന്ധ്യ ആകുമ്പോഴത്തേക്കും. അന്നേരം അപ്പയുടെ മോൻ വന്നു. അവനുമായിട്ട് ഹിമാലയനകത്തൊന്ന് കറങ്ങാനൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തായാലും ഇരുട്ടുന്നതിന് മുന്നേ ഇറങ്ങും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും വീണ്ടും മഴ പെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെറുതായിട്ടൊന്ന് നനയുകയൊക്കെ ചെയ്തു. വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇനി ഫുഡ് കഴിക്കണം, കാരണം ഉച്ചയ്ക്ക് ഇവിടുന്ന് ഫുഡ് കഴിച്ചില്ലല്ലോ. അങ്ങനെ എല്ലാവരും കൂടെ തറയിരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണേ. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളേ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരൊക്കെ ബൈ.